ഹലോ വിശ്വാസേ, നീ ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. അല്ല വന്ദനേ, നിന്നെ എന്താ എനിക്ക് എത്ര സ്നേഹിച്ചിട്ട് മതിയാവാത്തത്? അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റില്ല. ജഗാ, ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ ആവാം. എന്തേതോ ഉറക്കെ പറയല്ലേ, പതുക്കെ പറഞ്ഞാ പോരെ. ഹരിത കേക്കണ്ടേ? ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ വരാം. എന്നുവെച്ച് കരളിൽ പതിഞ്ഞതിനെ പറിച്ചു കളയാൻ ഒരു പെണ്ണിനും കഴിയില്ല. ആണിനും അതെ ബന്ധു. അതെ, ഇന്നേ എന്റെ മുത്തിന്റെ മുടി ഞാൻ പിന്നിട്ട് തരാം. വേണ്ട. പിന്നെ ജഗന് മുടിയൊക്കെ പിന്നാൻ അറിയോ? ഓ, അറിയില്ല. പിന്നെ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? ഈ ജഗന്റെ ഒരു കാര്യം. ഓ, എന്റെ ബന്ധുവിന്റെ ഒരു കാര്യം. മതി അഭിനയിച്ചത്. ഹരിതയൊക്കെ പോയി. ഇത്ര പെട്ടെന്ന് പോയാ? അതെന്താ? അല്ല അല്ല, നമ്മുടെ റൊമാൻസ് കൂടുതലായിട്ട് കണ്ടാലേ അവൾക്ക് ഒരു ഇതും വരും. അവളെ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് ജഗൻ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ഞാനാ ടൈപ്പൊന്നും അല്ല. ഞാനേ ഡീസന്റാ, വെരി ഡീസന്റ്. അവിവേകമായി അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഈ ജഗനെന്ന് പറയുന്ന വന്ദനയുടെ ഭർത്താവ് വന്ദനയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി. അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റില്ല. മനോജ്, എടാ എന്തായി നിന്റെ തീരുമാനം? അതെന്താ ഹരിതേ നീ അങ്ങനെ ചോദിച്ചത്? മനോജ്, നിന്റെ തീരുമാനം എനിക്ക് അറിയണം. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നിനക്ക് ഉദ്ദേശം ഇല്ലെന്നാ ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാലോ. അത് പറ്റില്ല. മനോജ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോണം. ഹരിതേ, ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അത് റെഡിയാക്കിയിട്ട് നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വരാൻ എന്റെ ഐഡിയ. ജോലിയും കൂലിയില്ലാതെ ഞാൻ അങ്ങോട്ട് വന്ന നിന്റെ അച്ഛൻ നിന്നെ എന്റെ കൂടെ അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണ്ട് പ്രേമിച്ചോണ്ട് നടക്കുന്ന സമയത്ത് നീ കാണിച്ച ധൈര്യം നിനക്കിപ്പോ ചോർന്നു പോയോ? അതോ നീ ധൈര്യം ഇല്ലാത്തവനായിട്ട് അഭിനയിക്കുവാണോ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. നിന്റെ അവസ്ഥ ആരെക്കാളും നന്നായിട്ട് എനിക്കാണ് അറിയാവുന്നത്. വീണ്ടും കടബാധ്യതയും തൊഴിലില്ലായ്മയും പറഞ്ഞ് മുന്നോട്ട് വരരുത്. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. എനിക്ക് ആവശ്യം മനോജിന്റെ സ്നേഹവും കരുതലുമാ.
ജന്മം എനിക്കത് മതി. ഹരിതേ, എനിക്കതൊന്നും അറിയണ്ട. നീ എന്നെ വന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോയേ പറ്റൂ. ഞാൻ ഫോൺ വെക്കുക. ഹരിതേ, ഹലോ. അഡ്വാൻസ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ടൈൽസോ? വീട് പണി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലല്ലടാ ടൈൽസ് പതിപ്പിക്കുക. അത് സമയമാകുമ്പോ ഞാൻ തന്നെ പോയി നോക്കിയെടുത്തോളാം. അവന്റെ ടൈൽസ് കത്തിയാണെങ്കിൽ ആയിക്കോട്ടെ, 16 അടുത്തുനിന്ന് കൊട്ടേഷൻ എടുത്തിട്ടേ ഞാൻ ടൈൽസ് വാങ്ങിക്കൂ. പറ്റിങ്കിലേ അടുത്ത വ്യാഴാഴ്ച തൊട്ട് പണി തുടങ്ങാം. ശരി. പണമുണ്ടാക്കുന്നതല്ല, ഇവന്മാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതാ പാട്. ഓ, ഇന്നലെ ഞങ്ങളുടെ മുറിയിലെ ഒരു കള്ളം കയറി.